കളിയിക്കാവിളിയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രതി അമ്പിളി കുറ്റം സമ്മതിച്ചു. എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ കാരണമറിയാൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും അന്വേഷണം സങ്കീർണമെന്നും തമിഴ്നാട് പോലീസ് പറയുന്നു. പ്രതിയെ കേരളത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൊല്ലപ്പെട്ട ദീപുവുമായി സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നെന്നും കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ കാരണവും മറ്റാരുടെയെങ്കിലും പങ്കും പരിശോധിക്കുകയാണ് പോലീസ്. മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിലും അന്വേഷണം സങ്കീർണത നിറഞ്ഞതെന്നും കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ സമയം വേണ്ടിവരുമെന്നും അന്വേഷണ സംഘം പറയുന്നു. പ്രതിയെ തിരുവനന്തപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കന്യാകുമാരി പോലീസ് എസ് പി സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്നായിരുന്നു പ്രതി അമ്പിളിയെ പിടികൂടിയത്. കൊല്ലപ്പെട്ട ദീപുവിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. നെയ്യാറ്റിൻകര മുതൽ കാറിലൊപ്പമുണ്ടായിരുന്ന പ്രതി ദീപുവിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളയുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ അമ്പിളിയിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അറസ്റ്റിലായ അമ്പിളി കൊലപാതകം ഉൾപ്പെടെ 50-ലധികം കേസുകളിൽ പ്രതിയാണ്. അമ്പിളി ഒറ്റക്കാസൂത്രണം ചെയ്ത കൊലപാതകമാണോ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.